എല്ലാവർക്കും നമസ്കാരം. സെപ്റ്റംബർ മാസത്തിൽ ഇന്ത്യയിലെ രണ്ട് പ്രമുഖ നേതാക്കന്മാരാണ് അമേരിക്കയിൽ സന്ദർശനം നടത്തുന്നത്. പ്രധാനമന്ത്രി മോദിയും പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും. ആദ്യമേ എത്തിയത് രാഹുൽ ഗാന്ധിയാണ്. 4 ദിവസത്തെ പര്യടനം. അദ്ദേഹത്തിൻ്റേത് അനൗദ്യോഗികമായ അമേരിക്കൻ സന്ദർശനമാണ്. പ്രധാനമന്ത്രി മോദിയുടേതാകട്ടെ ഔദ്യോഗിക ക്ഷണപ്രകാരമുള്ള സന്ദർശനമാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഓസ്ട്രേലിയ, ജപ്പാൻ, ഇന്ത്യ എന്നീ രാഷ്ട്രങ്ങളുടെ തലവന്മാരെ വിളിച്ച് ചേർത്തിരിക്കുകയാണ്. രാഹുലിൻ്റെ അമേരിക്കൻ സന്ദർശനം രാഹുലിനും അതുപോലെ തന്നെ കോൺഗ്രസ് പ്രസ്ഥാനത്തിനും അഭിമാനം വളരുന്ന വിധത്തിൽ ഉള്ളതായിരുന്നു. അമേരിക്കക്കാർ വലിയ താൽപ്പര്യത്തോടെയാണ് രാഹുലിൻ്റെ സന്ദർശനത്തെയും പ്രസംഗങ്ങളെയും സംവാദങ്ങളെയും വിദ്യാർത്ഥികളുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ചർച്ചകളെയും ഒക്കെ വിലയിരുത്തിയത്. രാഹുലിൻ്റെ സന്ദർശനം വിജയമായിരുന്നുവെന്ന് വിദേശ മാധ്യമങ്ങളൊക്കെ വിലയിരുത്തിയതുകൊണ്ട് സ്വാഭാവികമായിട്ടും BJP പ്രവർത്തകർക്കും പ്രധാനമന്ത്രി മോദിയുടെ വലിയ പിന്തുണക്കാർക്കും അസ്വസ്ഥതയുണ്ടായി. അതുകൊണ്ട് തന്നെ രാഹുലിൻ്റെ അമേരിക്കൻ യാത്രയെ വിവാദമാക്കുവാൻ അവർ തീരുമാനിക്കുകയായിരുന്നു. രാഹുൽ തൻ്റെ പ്രസംഗങ്ങളിലും സംവാദങ്ങളിലും ഇന്ത്യയെ അപകീർത്തിപ്പെടുത്തി എന്നാണ് അവരാക്ഷേപിക്കുന്നത്. പ്രധാനമന്ത്രിയെയും RSSനെയും BJPയെയും ആക്രമിക്കുന്നു എന്നതാണ് അവരുടെ പരാതി. പ്രധാനമന്ത്രിക്ക് അർഹിക്കുന്ന ആദരവ് കൽപ്പിക്കാത്തത് രാജ്യത്തെ അപമാനിക്കുന്നതിന് തുല്യമായി അവർ വ്യാഖ്യാനിക്കുകയാണ്. രാഹുലിൻ്റെ പ്രസംഗങ്ങളും സംവാദങ്ങളും കൃത്യമായി പഠിക്കുമ്പോൾ ബോധ്യമാകുന്ന കാര്യം അദ്ദേഹം വസ്തുതകൾ പറഞ്ഞു എന്നല്ലാതെ രാജ്യത്തിന് അപകീർത്തികരമായ ഒരു വാക്ക് പോലും ഉച്ചരിച്ചില്ല എന്നാണ്. രാഹുലിൻ്റെ പ്രസംഗം രാജ്യത്തെ അപമാനിക്കുന്നതിന് തുല്യമാണെങ്കിൽ പ്രധാനമന്ത്രി പറഞ്ഞ പല പ്രസംഗങ്ങളും അങ്ങനെയായിരുന്നുവെന്ന് പറയേണ്ടതായി വരും. 2014 മുൻപ് രാജ്യത്ത് ഒരു വികസനവും ഉണ്ടായിട്ടില്ല എന്നാണ് അദ്ദേഹം എല്ലാ പ്രസംഗങ്ങളിലും പറയാൻ ശ്രമിച്ചത്. 2014 മുതലാണ് അദ്ദേഹം ഭരണത്തിലെത്തിയത്. അതിനുശേഷമാണ് രാജ്യം വികസനത്തിൻ്റെ തലത്തിൽ മുന്നേറിയത് എന്ന് പറയുന്നത്. അതിന് മുൻപ് ഭരിച്ചവരെ അപമാനിക്കുന്നതിന് തുല്യമാണ് എന്ന് കോൺഗ്രസ് പറഞ്ഞാൽ അതിൽ തെറ്റ് പറയാൻ കഴിയുമോ? ഇതൊന്നുമല്ല യഥാർത്ഥത്തിൽ BJPയെയും RSSനെയും അലട്ടുന്നത്. പ്രധാനമന്ത്രിയും അമേരിക്കയിൽ പ്രസംഗിക്കും, സംവാദങ്ങളിൽ ഏർപ്പെടും. ഇത് രണ്ടും അടുത്തടുത്ത് സംഭവിക്കുന്നത് കൊണ്ട് സ്വാഭാവികമായും മാധ്യമങ്ങളും അവിടുത്തെ പൊതുസമൂഹവും പ്രത്യേകിച്ച് ഇന്ത്യൻ വംശജരായ അമേരിക്കക്കാരും ഇത് വിലയിരുത്തും, താരതമ്യ പഠനം നടത്തും. ഒരു കാരണവശാലും രാഹുലിൻ്റെ അടുത്ത് പ്രധാനമന്ത്രിക്ക് എത്താൻ ആവുകയില്ല. പ്രധാനമന്ത്രി മോദി നല്ല പ്രഭാഷകനല്ല എന്നല്ല ഈ പറഞ്ഞതിനർത്ഥം. ഇലക്ഷൻ പ്രചരണ വേദികളിൽ രാഹുലിനേക്കാൾ ജനശ്രദ്ധ പിടിച്ചു പറ്റത്തക്ക വിധത്തിൽ ഘോരം പ്രസംഗിക്കാൻ കഴിവുള്ളയാളാണ് പ്രധാനമന്ത്രി മോദി. വോട്ട് നേടാൻ കഴിവുള്ള കരുത്തനായ നേതാവാണ്, അക്കാര്യത്തിൽ ആർക്കും തർക്കമില്ല. പക്ഷേ അമേരിക്ക പോലെയുള്ള ഒരു വലിയ സമൂഹത്തിൽ പ്രധാനമന്ത്രിക്ക് രാഹുലിനോളം സ്വാധീനം ചെലുത്താൻ കഴിയുകയില്ല. പ്രധാനമന്ത്രിക്ക് അമേരിക്കയിൽ കിട്ടുന്ന സ്ഥാനം രാഷ്ട്രത്തിൻ്റെ തലവനെന്നുള്ള ആ പദവിയിൽ നിന്നാണ്. രാഹുലിനാകട്ടെ അദ്ദേഹത്തിൻ്റെ വ്യക്തിമാഹാത്മ്യത്തിൽ നിന്നാണ്. ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ കുടുംബ പാരമ്പര്യവും
അദ്ദേഹത്തിന് കൂടുതൽ പിന്തുണ കിട്ടുന്നതിന് സഹായിച്ചു എന്ന് വരാം. ജവഹർലാൽ നെഹ്റു, ഇന്ദിരാഗാന്ധി, സോണിയാഗാന്ധി, അദ്ദേഹത്തിൻ്റെ പിതാവ് രാജീവ് ഗാന്ധി, അവരെ എല്ലാം അമേരിക്ക ഇഷ്ടപ്പെട്ടിരുന്നു. അതുകൊണ്ട് നെഹ്റു കുടുംബത്തിൻ്റെ തലമുറക്കാരൻ എന്ന നിലയിലും അമേരിക്കയിൽ നേരത്തെ രാഹുൽ പഠിച്ചിരുന്നു എന്നുള്ള കാരണത്താലും രാഹുൽ അമേരിക്കയിൽ അറിയപ്പെടുന്ന, സ്നേഹിക്കപ്പെടുന്ന ഒരാളാണ്. പ്രധാനമന്ത്രിയേക്കാൾ കൂടുതൽ വിദ്യാഭ്യാസ യോഗ്യതയുണ്ട് രാഹുലിന് എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ സംഭാഷണത്തിൽ നിന്ന് നമുക്ക് വ്യക്തമാകും. എല്ലാ വിഷയങ്ങളും അറിയാം. ആ വിഷയങ്ങളിലെ ആഴവും അവതരിപ്പിക്കുന്നതിലെ ലാളിത്യവും അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങളെയും സംവാദങ്ങളെയും കൂടുതൽ സ്വീകാര്യമാക്കി തീർക്കുന്നു. മാത്രവുമല്ല, അമേരിക്കൻ ഇംഗ്ലീഷ് ആക്സെൻറ്റിൽ സംസാരിക്കാൻ അദ്ദേഹത്തിന് കഴിയുന്നുവെന്നുള്ളത് മറ്റൊരു കാര്യമാണ്. പ്രധാനമന്ത്രി ഇംഗ്ലീഷിൽ സംസാരിച്ചാൽ അമേരിക്കക്കാർക്കോ, അമേരിക്കക്കാർ ഇംഗ്ലീഷിൽ സംസാരിച്ചാൽ അദ്ദേഹത്തിനോ വളരെ എളുപ്പത്തിൽ മനസ്സിലായി എന്ന് വരില്ല. രാഹുലിൻ്റെ കാര്യം അങ്ങനെയല്ല. അങ്ങുമിങ്ങും മനസ്സിലാകുന്ന രീതിയിൽ വളരെ ലളിതമായും അതേസമയം കൃത്യമായും സംസാരിക്കാനുള്ള പ്രാപ്തി രാഹുലിന് ഉണ്ട് എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഒരു നേട്ടമായി പറയാതിരിക്കാനാവുകയില്ല. അടുക്കൽ രണ്ട് നേതാക്കന്മാരെയും അമേരിക്കക്കാർ കേൾക്കുമ്പോൾ തമ്മിലുള്ള വ്യത്യാസം പെട്ടെന്ന് തിരിച്ചറിയും എന്ന അപകടം മണത്തറിഞ്ഞാണ് രാഹുലിൻ്റെ അമേരിക്കൻ പര്യടനം വിവാദമാക്കി തീർക്കുവാൻ തൽപര കക്ഷികൾ സന്നദ്ധമായത് എന്ന് വേണം വിലയിരുത്തുവാൻ.